ഹലോ ലേണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഡിപ്ലോമ ബിടെക് പൂർത്തിയാക്കിയവർക്ക് ഇനിയും എന്തെല്ലാം ടെക്നിക്കൽ ജോബ്സ് ആണ് ഡിപ്ലോമ ലെവലിലും ബിടെക് ലെവലിലും കേരള PSCയിലും സെൻട്രൽ ലെവലിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കുറേ ക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും എല്ലാം സ്റ്റുഡൻസ് ഇത് നമ്മളോട് നിരന്തരം ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടിയാണ് ഈ ഒരു സെഷൻ. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി കുറേ അധികം എക്സാംസ് PSC ഡിപ്ലോമ ലെവലിലും ബിടെക് ലെവലിലും നടത്തി അതിൻ്റെ ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോളിടെക്നിക് ലെക്ചർ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിക്കോട്ടെ, ഇറിഗേഷൻ ആയിക്കോട്ടെ, ബോയിലർ ഇൻസ്പെക്ടർ എന്നുള്ള തസ്തിക ആയിക്കോട്ടെ, അതേപോലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ റീസെൻ്റായിട്ട് വന്ന ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം PSC എക്സാം നടത്തി അതിൻ്റെ ലിസ്റ്റുകളെല്ലാം പബ്ലിഷ് ചെയ്തു. ഇനി ഒരു 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും PSC ഈ എക്സാമുകളുടെ എല്ലാം പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. കേരള PSCയുടെ പുതിയ രീതി ഇങ്ങനെയാണ്: പുതിയ ലിസ്റ്റുകൾ, പുതിയ നോട്ടിഫിക്കേഷൻ ആ ലിസ്റ്റ് നിലനിൽക്കെ തന്നെ PSC ഇപ്പോൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഇലക്ഷൻസ് ഓഫീസർ നോക്കുവാണെങ്കിൽ ആ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാംസ് ഒക്കെ സ്പീഡി ആയിട്ട് നടത്തി പെട്ടെന്ന് അഡ്വൈസ് പോകാനും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനുമാണ് ഒരു ഡിലേ ഒന്നും ഇല്ലാതെ PSC ഇങ്ങനെയുള്ള പുതിയ രീതി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സ്വാഗതം അർഹിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോഴും ഇത് കൂടാതെ ഇനിയും നമുക്ക് ഉടനെ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കേരള PSCയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെ പോസ്റ്റുകളുടെ ലിസ്റ്റിൻ്റെ കാലാവധിയാണ് കഴിഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് നോക്കാം. ഓൾറെഡി കഴിഞ്ഞ മാസത്തിലായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ വിജ്ഞാപനം വന്നിരുന്നത്. ഇനി ഇത് കൂടാതെ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജ്ഞാപനം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഓൾറെഡി ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായിട്ടുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് താമസിക്കാതെ തന്നെ, വളരെ താമസിക്കാതെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരും. ഇതുകൂടാതെ തന്നെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഡിപ്ലോമക്കാർക്കും ഇതാദ്യമായിട്ടായിരിക്കും കേരള PSC വർക്ക്ഷോപ്പ് സൂപ്രണ്ടൻറ്റൻറ്റ് പോളിടെക്നിക് കോളേജസിലേക്കുള്ള ഒരു പോസ്റ്റിൻ്റെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് വിളിക്കുന്നത് ഇങ്ങനൊരു പോസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു വലിയൊരു അവസരമാണ്. കാരണം ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജോബാണിത്. നമ്മൾ ഈ സെൻട്രൽ ലെവലിൽ നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും വിളിക്കുന്നതാണ് RRBയും SSCയും. അപ്പോൾ ഓൾറെഡി RRBയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് SSCയിലെ ജൂനിയർ എഞ്ചിനീയർ, ഇത്രയും അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ റീസെൻ്റായിട്ട് 2022-23 അല്ലെങ്കിൽ 2024 മെയ്യിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമുകളൊക്കെ കുറേയധികം മിസ്സായത്. ഇനി ആ എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് മുന്നിൽ എത്താൻ പറ്റാത്തവർക്ക് അവർക്കുള്ള എല്ലാം അവസരങ്ങളാണ് ഇതെല്ലാം. ഇപ്പോഴും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ, കാരണം ടെക്നിക്കൽ ജോബ് എപ്പോഴും കേരള PSC വിളിക്കാറില്ല. വിളിക്കുന്നത് ഉറപ്പായും നിങ്ങളതിൽ ഒരു നല്ല റാങ്ക് നേടി അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമായിരിക്കും. കാരണം സാലറി സ്കെയിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്ക് സാലറി സ്കെയിൽ വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ അതിന് നിങ്ങളൊരു കുറച്ച് സമയം എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് എവിടെ ആയിക്കോട്ടെ, ബാംഗ്ലൂരിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗുജറാത്തിലായിക്കോട്ടെ, ഇപ്പം നമ്മുടെയൊക്കെ സ്റ്റുഡൻസ് തന്നെ ഇപ്പം റീസെൻ്റായിട്ട് പോളിടെക്നിക് ലെക്ചർ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തവരൊക്കെ നമ്മൾ ലാസ്റ്റിലാണ് അറിഞ്ഞത്. അവരൊക്കെ കോഴ്സൊക്കെ എടുത്തിരുന്നത് UAE നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ ആയിരുന്നു. ജോബിൻ്റെ ഇടയിൽ നിന്നായിരുന്നു അവരൊക്കെ പഠിച്ചത്. അപ്പം നമുക്കിപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജോബിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാം. ക്ലാസ് റൂമുകളിൽ തന്നെ പോയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നമ്മൾ പോയി എഴുതി അത് ക്രാക്ക് ചെയ്യുന്നതൊക്കെ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം കുറച്ച് നമ്മൾ സമയം കൊടുക്കേണ്ടതായിട്ട് വരും. അൺലൈക്ക് LDC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റ് അല്ല ഇവിടെ നടക്കുന്നത്. എപ്പോഴും നടക്കുന്ന റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ 20, 50, 100, പക്ഷേ കാൻഡിഡേറ്സിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം ഇതിന് കൊടുത്താൽ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഒരു വർഷം 2 വർഷത്തേക്ക് കോഴ്സ് എടുത്ത് അത് മാത്രം ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ജോബിനിടയിൽ പഠിക്കുക. അതല്ല, നിങ്ങളിപ്പം ചിലപ്പം ഉയർന്ന വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ ബിടെക്കിന് പോകുമ്പോൾ തന്നെ ഡിപ്ലോമ ലെവൽ എക്സാംസിന് തയ്യാറെടുക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ആകാശ് 19th റാങ്ക്
അദ്ദേഹം ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ വിജ്ഞാപനം വന്നത്. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിലാണ്, ബിടെക് ഗ്രാജുവേഷൻ്റെ ഇടയിലാണ് അദ്ദേഹം ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുകയും ഉയർന്ന റാങ്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജോലിക്കിടയിലോ അതേപോലെ തന്നെ നിങ്ങളുടെ ഉയർന്ന പഠനത്തിൻ്റെ ഇടയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ കാലമായതുകൊണ്ട് തന്നെ. ഓക്കെ, ഇപ്പോൾ ഉടൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അപ്കമിങ് എക്സാംസ് ഇതൊക്കെയാണ്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുമ്പോൾ സബ്ജക്ട്സ് പഠിക്കുന്ന അതേ സബ്ജക്ട്സാണ്. ഇപ്പം നമ്മൾ ഡിപ്ലോമ ലെവലിൽ എക്സാംസ് നോക്കുവാണെങ്കിലും നമ്മുടെ ബിടെക് ലെവലിൽ എക്സാംസ് നോക്കുവാണെങ്കിലും എപ്പോഴും കോർ സബ്ജക്ട്സ് സെയിം ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, മെറ്റലർജി, മാനുഫാക്ചറിങ് പ്രോസസ്, തെർമൽ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് മെഷീൻസ്, അതേപോലെ മെഷീൻ ഡിസൈൻ. പക്ഷേ ഇതിൽ നിന്ന് ഏതൊക്കെ ഭാഗമാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ബിടെക് ലെവലിൽ നമ്മൾ മെഷീൻ ഡിസൈൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്ന സമയത്ത് ഒരു PSC ലെവലിലല്ല, അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ നടത്തുന്ന SSC, RRB, JEE എക്സാംസിനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം അത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് ചില അസംഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഫോർമുലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്താണ് പാറ്റേൺ, ആ പാറ്റേൺ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗേറ്റിൻ്റെ പാറ്റേണും ഗേറ്റും ഒരു ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ്. PSCയും ഒബ്ജക്റ്റീവ് ബേസ് ചെയ്ത എക്സാമാണ്. എന്നാൽ ഗേറ്റിൻ്റെ പാറ്റേണും PSCയുടെ പാറ്റേണും സെയിം അല്ല. കാരണം ഗേറ്റ് എക്സാമിന് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ചോദിക്കാം. പക്ഷേ PSC ചോദിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചോദിക്കുന്ന പ്രോബ്ലംസ് കുറച്ച് സിമ്പിൾ ആയിരിക്കും, പക്ഷേ അവിടെ കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ ഏത് എക്സാമിലും പഠിക്കുമ്പോൾ പാറ്റേൺ മനസ്സിലാക്കണം. സിലബസിൻ്റെ അകത്ത് സബ്ജക്ട്സിൽ ഏതൊക്കെ ഏരിയാസ് ആണ് തൊടുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സും മെഷീൻസും നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് ഡെൻസിറ്റി, എന്താണ് സ്പെസിഫിക് വോളിയം, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി, എന്താണ് കംപ്രസിബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെ പ്രഷർ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ ഗേജസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഒക്കെ സിമ്പിൾ പ്രോബ്ലംസ്. ഒരു മാനോമീറ്ററിൽ ഇത്ര ഹൈറ്റിൽ ലിക്വിഡ് റേസ് ആവുന്ന ടൈമിൽ അതിൻ്റെ നമ്മളെങ്ങനെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കി ഏതൊക്കെ ഏരിയാസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ തെർമോഡൈനാമിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റീം ടേബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിപ്ലോമ ലെവലിലും ബിടെക് ലെവലിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റീം ടേബിൾസ് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പാറ്റേൺ മനസ്സിലാക്കണം. അവർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു സിമ്പിൾ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ്റെ അകത്ത് രണ്ട് വാല്യൂസ് തന്നിട്ട് ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും വാല്യൂസ് തന്നിട്ട് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തുടക്കക്കാരുടെ കാര്യമാണ് പറയുന്നത്, പാറ്റേൺ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് കുറേ റെഫർ ചെയ്യുക, എന്നിട്ട് സിലബസ് കമ്പയർ ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നത് എങ്ങനെയാണ്, ഇനി പുതിയ പാറ്റേണിൽ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ. ചില എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഗ്രൗണ്ട് വാട്ടർ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ അസേഷൻസ്, റീസൺസും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ തരുമോ, സെക്കൻഡ് ഓപ്ഷൻ തരുമോ, ഐദർ 1 or 2, നെയ്തർ 1 or 2, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സിലബസ് ഒന്ന് മനസ്സിലാക്കുക, സബ്ജക്റ്റ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് PSC ലേ ഔട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഴയ പാറ്റേണും പുതിയ പാറ്റേണും നിങ്ങൾ ഫെമിലിയർ ആകുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എന്തായാലും തുടക്കക്കാർ ഇത് എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ ഉള്ള കുറേ ഡൗട്ട്സ് കാണും. അല്ല കുറേ എക്സാംസ് സ്വന്തമായി പഠിച്ചിട്ട് ജോലിക്കിടയിലോ അല്ലെങ്കിൽ അവർ അവരുടെ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞൊരു ബിടെക് ചെയ്യുന്നുണ്ടായിരിക്കും, ആ സമയത്ത് ഡിപ്ലോമ ലെവലിലുള്ള എക്സാം അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ബിടെക് കഴിഞ്ഞിട്ട് MTech ചെയ്യുന്നവരുണ്ടായിരിക്കും, അവർ പഠിത്തത്തിനിടയിലായിരിക്കും അവരുടെ ഗ്രാജുവേഷൻ്റെ ഇടയിലായിരിക്കും എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്നത്. അപ്പം അവരൊക്കെ ഒരു എക്സ്ട്രാ വർക്കാണ് എടുക്കേണ്ടത്. കാരണം അവരുടെ ഉയർന്ന വിദ്യാഭ്യാസവും കൊണ്ടുപോകണം, ഒപ്പം ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അവർ പഠിച്ച് ജോലി നേടുകയും വേണം. അപ്പോൾ അവർക്കൊക്കെ ഇത് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടത്,
നമ്മൾ പി എസ് സിയുടെ പാറ്റേൺസ് എങ്ങനെയാണ്, ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ പി എസ് സിയുടെ പാറ്റേൺ എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ, അല്ലെങ്കിൽ സ്ഥിരമായി പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ എവിടൊക്കെയാണ് ഡെപ്തിൽ പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലിലുള്ള എക്സാംസ് ഒക്കെ നോക്കുവാണെങ്കിൽ മെറ്റീരിയൽ സയൻസിലൊക്കെ നമ്മൾ കുറേ ഡെപ്തിൽ പോകേണ്ടി വരും. അത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അയൺ കാർബൺ ഡയഗ്രാം ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ഡെപ്തിൽ അവിടെ പോകണം. പക്ഷേ എങ്കിൽ നമ്മൾ എന്താണ് ഡിപ്ലോമ ലെവലിൽ എക്സാംസ് എഴുതുന്ന സമയത്ത് അവിടെ അത്രയും ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ബേസിക് ലോയിസും കൊണ്ടുള്ള എൻഹാൻസ് ചെയ്ത പ്രോപ്പർട്ടി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മൾ സിലബസിൽ എത്രത്തോളം ഡെപ്തിൽ പോകണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ പറ്റിയുള്ള നിങ്ങൾക്കൊരു നല്ലൊരു ഗൈഡൻസ് തരാൻ വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ നടത്തുവാണ്. നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. സിലബസിൽ സബ്ജക്ട്സിനെ പറ്റി മൊത്തത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് വാല്യൂസാണ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പി എസ് സിയുടെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ ആൻസറും അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറും ചില ഡിഫറൻസ് കാണും. അന്നേരം നിങ്ങൾ എങ്ങനെ ട്രിക്കി ആയിട്ടുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ ഗൈഡൻസും. കാരണം നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഈ ടെക്നിക്കൽ രംഗത്ത് നമ്മളോടൊപ്പം ചേർന്നും സ്വന്തമായും ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഗൈഡൻസ് ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ലൈഫിൻ്റെ ഏത് മേഖലയോ ആയിക്കോട്ടെ, ഒരു കോച്ചിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് കർവ് നിങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടാനും നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൂട്ടാനും സാധിക്കും. ഇപ്പോൾ വെബിനാർ ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 27-ാം തീയതിയാണ് നമ്മൾ വെബിനാർ നടത്താൻ ഉദ്ദേശിച്ചേക്കുന്ന ഡേറ്റ്. ടൈം 8 മണിയാണ്. അപ്പോൾ നിങ്ങൾ ആ വെബിനാർ എന്തായാലും ചെയ്യുക. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഡിപ്ലോമ ലെവലിലും ബി ടെക് ലെവലിലും നമ്മൾ പുതിയ 2 കോഴ്സുകൾ അപ്കമിങ് എക്സാംസിന് എല്ലാം കൂടെ വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇപ്പോൾ റിസൾട്ട്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കേരള പി എസ് സി ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ എക്സാമുകളുടെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ ഒരു 600 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 180-ന് മേളിൽ സ്റ്റുഡൻസ് NS അക്കാഡമിയുടെ ആയിരുന്നു. അതേപോലെ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൻ്റെ ടോപ്പ് റാങ്കുകളിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് റാങ്ക് കുട്ടികൾ മുന്നിലെത്താൻ സാധിച്ചു. അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു വലിയൊരു മേജർ പോർഷൻ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവിടെ നല്ലൊരു ഫാക്കൽറ്റി, കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റർ, ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം. സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ബേസ് മുതൽ ഡെപ്ത് വരെയാണ് കവർ ചെയ്യുന്നത്. പി എസ് സിയുടെ പുതിയ പാറ്റേണിൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ വർക്കൗട്ട് സെഷൻസ് നമുക്കുണ്ട്. ഓരോ ലെക്ചറിനും നമുക്ക് ടെസ്റ്റുകളുണ്ട്. ഇത് കൂടാതെ ടോപ്പിക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ജോലിക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോഴോ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുമ്പോഴോ എല്ലാം നമ്മുടെ കോച്ചിങ് നിങ്ങൾക്ക് കൂടെ പാരലായിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ഒരു 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നും നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടും നിങ്ങൾക്ക് എന്താണ് വർക്കൗട്ട് സെഷൻസ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഡിപ്ലോമ ലെവലിലും ബി ടെക് ലെവലിലും നമ്മുടെ കോഴ്സ് ഓപ്പൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സ്. ഇപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.